ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂളിൽ ആരംഭിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം അലക്സാണ്ടർ റാൽസൺ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി പ്രസിഡന്റ് KP രാജീവ്, സെക്രട്ടറി PT സുധീർ കുമാർ, ട്രഷറർ ശശികല ചന്ദ്രബോസ്, കമ്മിറ്റി അംഗങ്ങളായ റോമിയോ, MK ബാബു, സ്കൂൾ അധ്യാപിക ബിന്ദു KP എന്നിവർ സംസാരിച്ചു. ഇവിടെ ആരംഭിക്കാൻ പോകണം. വൈപ്പിങ്കരയിൽ ആദ്യമായിട്ട് സാധാരണ സ്കൂളുകളിലാണ് ഇങ്ങനെ ലൈബ്രറികൾ, സ്കൂൾ ലൈബ്രറി എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. പക്ഷേ നിങ്ങളുടെ ടീച്ചർ നമ്മളോട് ആവശ്യപ്പെട്ടതനുസരിച്ച് നിങ്ങൾക്ക് വായിക്കാനും കഥകൾ വായിക്കാനും കവിതകൾ വായിക്കാനും നോവൽ വായിക്കാനൊക്കെ ആയിട്ട് ആഗ്രഹമുണ്ട്, പത്രം വായിക്കാനൊക്കെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിങ്ങളുടെ സ്കൂളെയാണ് തിരഞ്ഞെടുത്തത്. ചെറായി ബീച്ചിലെ ജനകീയ വായനശാല എന്ന് പറയുന്ന വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ ലൈബ്രറി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നല്ല ചടങ്ങാണ്. വേറെ ഒരു സ്ഥലത്തും ഇതുപോലെ ഒരു സ്കൂളിൽ ഇങ്ങനെ ലൈബ്രറി കൗൺസിൽ ഇങ്ങനെ തുടങ്ങിയിട്ടില്ല. ആദ്യത്തെ ഒരു സംരംഭം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ടീച്ചർ തരുന്ന ബുക്കുകൾ വായിക്കുകയും ടീച്ചർ വായിച്ച് കേൾപ്പിക്കുമ്പോൾ അത് കേൾക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ പത്രം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ നമുക്ക് നമ്മുടെ ചടങ്ങ് തുടങ്ങാലോ അല്ലേ? അപ്പോൾ നമ്മുടെ ചടങ്ങ് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള നിങ്ങളുടെയൊക്കെ ഏവരെയും പ്രിയപ്പെട്ടായിട്ടുള്ള റാൻസൺ ചേട്ടനാണ്. ആ ചേട്ടന് വളരെ സന്തോഷപൂർവ്വം നമ്മുടെ അധ്യക്ഷതയിലോട്ട് ക്ഷണിക്കുന്നു. അലക്സാണ്ടർ ലാൽസൺ, അതുപോലെ നമ്മുടെ ഇതെടുത്തോളൂല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി അജയൻ, വായനശാല ട്രഷറർ ശ്രീമതി ശശികല ചന്ദ്രബോസ്, പ്രസിഡന്റ് ശ്രീ KP രാജീവ്, അതുപോലെ ഇവിടുത്തെ അധ്യാപകരായിട്ടുള്ളവർ, ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളുടെ വായനശാല പ്രസിഡന്റ് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു. മറ്റു സ്കൂളുകളിൽ പലവട്ടം നമ്മളോട് പുസ്തകങ്ങൾ എത്തിക്കാൻ പറഞ്ഞെങ്കിലും അതിനേക്കാളൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇവിടുത്തെ പേര് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഓടി വന്നതിന് കാരണം ഇവിടുത്തെ കുട്ടികൾക്ക് അത് വായിക്കാനുള്ള താല്പര്യമുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി വരും. അതുകൊണ്ടാണ് ഒട്ടും തന്നെ സമയം കളയാതെ അടുത്ത ദിവസം തന്നെ നമുക്ക് ആ പരിപാടിയിലേക്ക് കിടക്കാം. എത്ര ബുക്കുകൾ വേണമെങ്കിലും ഇവിടെ എത്തിക്കാം എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്ത് ടീച്ചറിന് ഒരു ഉറപ്പ് കൊടുക്കുകയും ബുക്കുകൾ എത്തിക്കാനുള്ള മനസ്സ് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനത് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിന് കുറേ അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഇരിക്കുന്ന സ്ഥലത്ത് വളരെ മാന്യമായ രീതിയിലും മെച്ചപ്പെട്ട രീതിയിലും മാലിന്യം വിമുക്തമായ രീതിയിലും ആ പ്രദേശം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് നമുക്ക് സൗകര്യമുള്ള അങ്ങനെ ഒരു സൗകര്യം കിട്ടിയാൽ നമ്മൾ അത്തരത്തിൽ ചിന്തിക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കണം. എന്തായാലും വായനശാലയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബുക്കുകൾ നിങ്ങളെല്ലാവരും തന്നെ വായിക്കണം. ഞങ്ങളിടയ്ക്ക് ഇവിടെ സന്ദർശിക്കും. വായിച്ചതിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ നിങ്ങളത് പറഞ്ഞു തരണം. എല്ലാവരും ബുക്കുകളെടുത്ത് വായിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ അധ്യക്ഷം വഹിക്കുന്ന ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീ അലക്സാണ്ടർ ലാൽസൺ അവർക്ക് ഞാൻ എൻ്റെ പേരിലും ഈ വായനശാല കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ ആരാധ്യയായ അധ്യക്ഷ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട രമണി അജയൻ അവരുടെ, അതുപോലെ തന്നെ ചെറായി ബീച്ച് ജനകീയ വായനശാലയുടെ ഭാരവാഹികളായിട്ടുള്ള രാജീവേട്ടൻ, സുധി, അതുപോലെ മറ്റ് അംഗങ്ങൾ, ഈ ബഡ്സ് സ്കൂളിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, അതുപോലെ ടീച്ചർ ബിന്ദു ടീച്ചർ, മറ്റ് സഹപ്രവർത്തകരെ, നമുക്കറിയാം ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇത്തരത്തിലുള്ള ജനകീയ ഇടപെടലുകളിലൂടെയാണ് ഈ ഒരു സ്ഥാപനം നടന്നു പോകുന്നത്. വളരെ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇത് നടന്നു പോകുന്നത്. ഒത്തിരി പേരുടെ സഹായങ്ങളുണ്ട്, പഞ്ചായത്തിൻ്റെയും അതുകൂടാതെ തന്നെ വ്യക്തിപരമായിട്ടുള്ള സഹായങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഈ ബഡ്സ് സ്കൂളിലൂടെ നടന്നു പോകുന്നത്. അതെല്ലാം പ്രചോദനമാണ് എല്ലാവർക്കും. ഇന്നിപ്പോൾ ജനകീയ വായനശാല ഇത്തരം ഒരു സംരംഭവുമായിട്ട് മുന്നോട്ട് വന്നിരുന്നത് ഏറ്റവും സന്തോഷത്തോടെ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുകയാണ്. കാരണം നിങ്ങളുടെ എല്ലാം ഈ അകമഴിഞ്ഞ ഒരു സഹകരണം ഈ ഒരു സ്ഥാപനത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ പത്രം ആയാലും ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ വായനശാലയിൽ നിന്നുള്ള പുസ്തകങ്ങളായാലും അവരിൽ ഏത് രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി പ്രതിഫലിപ്പിച്ചെടുക്കുമോ എന്നുള്ളതല്ല. അവർക്കത് ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിൽ പോലും ഇവിടെയുള്ള
ടീച്ചറും അവരുടെ സഹപ്രവർത്തകരും പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നറിഞ്ഞിട്ട് കൂടിയും ഇതിലേക്ക് കടന്നു വന്ന ജനകീയ വായനശാലയുടെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ എൻ്റെ പേരിൽ ആദ്യമേ തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഞാനും ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു സ്ഥാപനം അതിൻ്റെ കുറേ പരിമിതികളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം പള്ളിപ്പുറം പഞ്ചായത്തിൽ മറ്റു പഞ്ചായത്തുകളെക്കാൾ അപേക്ഷിച്ച് ഭംഗിയായിട്ട് നടന്നു പോകുന്ന ഒരു ബഡ്സ് സ്കൂളാണ്. മറ്റു പഞ്ചായത്തുകളിലൊന്നും ഇത് ഇല്ല. എപ്പോഴും നമ്മളുടെ പഞ്ചായത്തുകളിൽ ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നുകൊണ്ട് പോകുന്നുണ്ട്, ഇത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ പ്രസക്തി ഇവിടെ ഇല്ല. ഇതിൻ്റെ ജനകീയ വായനശാലയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു ഭാരവാഹികളെ, പ്രിയപ്പെട്ട ടീച്ചർമാരെ, പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ ഉറങ്ങണുണ്ടല്ലോ. ഉറങ്ങണ ഉറക്കം വരണണ്ട. നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസമാണ്. എല്ലാവരും നല്ല സ്കൂളുകളെയും നല്ല കുട്ടികളെയും തേടി പോകുമ്പോൾ നമ്മുടെ ജനകീയ വായനശാല ഇത്തരത്തിലുള്ള നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നവർ എന്നും നമുക്ക് കുട്ടികളാണ് അല്ലേ? എന്നും നിങ്ങൾ എനിക്ക് കുട്ടികളാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും കുട്ടികളാണ് അല്ലേ? അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെയാണ് വ്യക്തിപരമായിട്ട് എനിക്കിഷ്ടം. മറ്റുള്ള കുട്ടികളെ സ്നേഹിക്കാൻ 100 ആളുകളും അതുപോലെ അവരെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ളവരെ സ്നേഹിക്കുന്നവരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒന്നും ആവേണ്ടതില്ല. ഇതിവിടെ ഇട്ട് കത്തിക്കുകയോ അല്ലെങ്കിൽ കുഴിച്ചിട്ട് ഒന്നും ചെയ്യില്ല. അതിവിടെ ഒക്കെ സംഭരിച്ച് വെച്ചുകൊണ്ട് നമ്മുടെ വേറെ ടീമിൽ കൊണ്ടുപോകാനുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ബാധിക്കുകയില്ല. ഇവിടെ വഴിയൊന്നും നമുക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി ഇവിടെ ഇതിലേക്ക് മാറ്റുവാനും അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇല്ലേ? നമ്മളിവിടെ വന്നതിന് ശേഷം ബാത്റൂമിന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ഏറ്റവും ആദ്യം നമ്മൾ പഞ്ചായത്തിൽ ഊന്നൽ നൽകുന്നത് ഇവർക്ക് വേണ്ടി തന്നെയാണ്. ഇവരെ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ഒരിക്കൽ കൂടി നിങ്ങളെ അഭിനന്ദിക്കുകയാണ്, ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും, എൻ്റെ മക്കൾക്കും എല്ലാവരെയും ഇതിനുവേണ്ടി നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഇവരെ വായിച്ച് കേൾപ്പിക്കുന്നത് ശരിയാവില്ല. വായിച്ച് കേൾപ്പിക്കണം.